വരൂ. അപ്പൊ ഇനി നമ്മുടെ ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ ചോദിക്കണം വെച്ച് കഴിഞ്ഞാൽ, പഠിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഇന്നോട്ട് പഠിച്ചു തുടങ്ങണം എന്ന് വിചാരിച്ചതിന്റെ കാരണം എന്താ? ഞാൻ 7 വരെ പഠിച്ചോളായിരുന്നു. അപ്പൊ 10ാം ക്ലാസ്സിൽ ഞാൻ ഈ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. അപ്പൊ തൊഴിലുറപ്പിന് ഈ മേറ്റായിട്ട് നിൽക്കാൻ 10ാം ക്ലാസ് പാസ്സാകണമായിരുന്നു. അപ്പൊ 10ാം ക്ലാസ് എഴുതി. അപ്പൊ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞപ്പം പിന്നെ അത് കിട്ടുകയല്ലാന്നായി. അപ്പൊ ഞാൻ പഠിത്തം നിർത്തി. അപ്പൊ പിന്നെ എന്റെ മോന്റെ ഭാര്യ, ഞാൻ 10ാം ക്ലാസ് എഴുതി കഴിഞ്ഞു, അവള് 10 എഴുതി, ഉടനെ അവള് +2 എഴുതി. അപ്പൊ എനിക്കും തോന്നി, എനിക്ക് വാശി, അവക്ക് മേടിക്കണല്ലോ ഒരു മാർക്കെങ്കിലും കൂടുതലും മനസ്സിലായി. അപ്പൊ ഉടനെ ഞാനും എഴുതി. അപ്പൊ 2 വർഷം എഴുതാതെ ഇരുന്നിട്ടാണ് ഞാൻ എഴുതിയത്. അപ്പൊ എനിക്ക് 84% മാർക്കോട് കൂടി ഞാൻ +2 പാസ്സായി. ഇപ്പൊ ഇത്രയായപ്പോ എന്റെ തൊഴിലുറപ്പിന്റെ ആൾക്കാരും എന്റെ കുടുംബശ്രീക്കാരും ആദരവൊക്കെ തന്നു. അപ്പൊ അന്ന് ഞാൻ +2 എഴുതിയപ്പോ എന്നോട് ചോദിച്ചു, ഇനി തുടർന്ന് പഠിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കാനുള്ള സാമ്പത്തികം ഇല്ല, എന്നെ ആരെങ്കിലും പഠിപ്പിച്ചാൽ ഞാൻ പഠിക്കൂന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്റെ മോന്റെ ഒരു കൂട്ടുകാരൻ വിസാറ്റ് കോളേജിൽ ജോലിയുള്ള ഒരു സുഹൃത്തുണ്ട്, അവരുമായിട്ട് ആലോചിച്ച് വിസാറ്റ് കോളേജിന്റെ ചെയർമാൻ രാജു കുര്യൻ സാർ എന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്നും ബസ് ചാർജ് ഫ്രീ ആയിട്ടും തരാമെന്നും പറഞ്ഞു. അതുപോലെ ഇതിപ്പം ഇത്രയായി കഴിഞ്ഞപ്പോൾ ആലപുരത്തെ എൻ്റെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് പുസ്തകമൊക്കെ മേടിക്കാനുള്ള പൈസ അവിടുന്നുമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും, അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും BCom ആണെന്ന് പറഞ്ഞപ്പം എനിക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലെന്ന് തോന്നണില്ല, ഇത്രയൊക്കെ പണ്ടത്തെ ഇംഗ്ലീഷൊക്കെ പഠിച്ചു വന്നതല്ലേ. അപ്പൊ എന്നോട് എന്നെ കൊണ്ടേ ആക്കിയ പയ്യൻ പറഞ്ഞു, ചേച്ചിക്ക് പറ്റുന്നെങ്കിൽ തിരിച്ചു പോരാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ സാറേ ചാനലുകാരും കൊണ്ട് എന്നെ അങ്ങ് പൊതിഞ്ഞു. പിന്നെ എനിക്ക് ഇട്ടും മേല. അത് പിന്നെ പോയിട്ട് അതുപോലെ ചെന്ന് കഴിഞ്ഞപ്പം വിസാറ്റിലെ അധ്യാപകരൊക്കെ നല്ല മികച്ചതായിട്ടുള്ള അധ്യാപകരാണ് അവിടെ ഉള്ളത്. അവരുടെ അധ്യാപകരുടെയും അവിടുത്തെ സ്നേഹാദരവും എല്ലാം കൂടെയായി എനിക്കിപ്പോ വിസാറ്റിൽ നിന്ന് പോകാനും തോന്നണില്ല. BCom പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ജീവിച്ചിരിപ്പുണ്ട്, ഒരു ഡിഗ്രി ഉണ്ട്, അതുകൂടെ പഠിക്കാവുന്ന എന്റെ മനസ്സ് പറയാം. BCom കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞു. മറ്റേ ശ്രീധരത്തിലേക്ക് അമ്മായിയമ്മമാര് പറഞ്ഞ അവളെ +2 കഴിഞ്ഞ് നിർത്തി.